എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷേപ്പർ മെക്കാനിസത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷേപ്പർ പോലെ വർക്ക് ചെയ്യുന്ന മറ്റ് രണ്ട് മെഷീൻസുകളെ കുറിച്ചാണ്. ദാറ്റ് ഈസ് പ്ലാനേഴ്സ് ആൻഡ് സ്ലോട്ടേഴ്സ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ഷേപ്പർ, planer and slotter is the machining of flat surface by means of straight line reciprocating single point cutting tool similar to those used in lathe operations. ഈ മൂന്ന് മെഷീൻസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് ഫ്ലാറ്റ് സർഫസുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദ ഫ്ലാറ്റ് സർഫസസ് പ്രൊഡ്യൂസ്ഡ് മേ ബി ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ഓർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. This machine tool can also be arranged for machining contoured surfaces, slots, grooves and other recesses. The process of planing, shaping and slotting are similar to one another, but in the first case the main cutting motion is transmitted to the workpiece on the work table, which travel past the cutting tool, while in the second and third case the workpiece is stationary and the cutting motion is transmitted to the tool. ഷേപ്പിങ്ങിലും സ്ലോട്ടിങ്ങിലും സ്റ്റേഷനറി വർക്ക് പീസിലോട്ട് കട്ടിംഗ് ടൂളിനെ ഫീഡ് ചെയ്തുകൊണ്ടാണ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നത്. എന്നാൽ പ്ലാനിംഗ് മെഷീനിൽ വർക്ക് ടേബിളിനെ ചലിപ്പിച്ചുകൊണ്ടാണ് കട്ടിംഗ് മോഷൻ സാധ്യമാക്കുന്നത്. ദ കട്ടിംഗ് ടൂൾ ഓർ വർക്ക് പീസ് ട്രാവൽ ഹൊറിസോണ്ടലി ഇൻ ഷേപ്പിംഗ് ആൻഡ് പ്ലാനിംഗ് ആൻഡ് വെർട്ടിക്കലി ഇൻ സ്ലോട്ടിംഗ്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഷേപ്പിങ്ങിലും പ്ലാനിങ്ങിലും വർക്ക് പീസ് അല്ലെങ്കിൽ ടൂൾ മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. എന്നാൽ സ്ലോട്ടിംഗ് മെഷീനിൽ വർക്ക് പീസ് അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾ ട്രാവൽ ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. ഷേപ്പിംഗ് ഈസ് ലിമിറ്റഡ് ടു സ്മോൾ ആൻഡ് മോഡറേറ്റ് സൈസ് വർക്ക് പീസസ്, whereas planer are designed for machining larger work pieces. They can take heavy cuts. ഷേപ്പർ മെഷീനിൽ സാധാരണയായി സ്മോൾ അല്ലെങ്കിൽ മോഡറേറ്റ് സൈസ് വർക്കുകളാണ് ചെയ്തെടുക്കുന്നത്. എന്നാൽ പ്ലാനർ മെഷീനിൽ ഹെവി വർക്ക് പീസുകൾ അല്ലെങ്കിൽ ലാർജ് വർക്ക് പീസുകളാണ് മെഷീൻ ചെയ്തെടുക്കുന്നത്. Cutting is intermittent in all three processes. Since the cutting is done in one direction only, the return stroke is ideal stroke and is faster than the cutting stroke. എന്നാൽ ഈ മൂന്ന് പ്രോസസ്സിലും ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. റിട്ടേൺ സ്ട്രോക്ക് ഐഡിയൽ സ്ട്രോക്കാണ്. അത് ഫോർവേഡ് സ്ട്രോക്കിനേക്കാൾ സ്പീഡിൽ നടക്കുകയും ചെയ്യുന്നു. സ്ലോട്ടർ മെഷീൻ. The working principle of slotter machine is same as that of shaper machine. The only difference between the shaper machine and slotter machine is that ram of the shaper machine operate in horizontal direction and the ram of the slotter machine operate in vertical direction. ഷേപ്പർ മെഷീന് പോലെ സമാനമായിട്ടുള്ള ഭാഗങ്ങളാണ് സ്ലോട്ടർ മെഷീനിലും കാണുന്നത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റാം മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. ഷേപ്പർ മെഷീനിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് റാം മൂവ്മെൻറ്റ് നടക്കുന്നത്. എന്നാൽ ഒരു സ്ലോട്ടർ മെഷീനിൽ റാം മൂവ്മെൻറ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് സ്ലോട്ടർ മെഷീൻ്റെ പ്രധാന ഭാഗങ്ങൾ. പാർട്സ് ഓഫ് സ്ലോട്ടർ മെഷീൻ. ബേസ് ഓർ ബെഡ്. ആസ് ദ നെയിം സജസ്റ്റ്, ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് സ്ലോട്ടർ മെഷീൻ. ഓൾ അതർ പാർട്സ് ഓഫ് മെഷീൻ ആർ പ്രസൻറ്റ് ഓവർ ദിസ് ബേസ്. പേരിൽ പറയുന്ന പോലെ സ്ലോട്ടർ മെഷീൻ്റെ ബേസിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. സ്ലോട്ടർ മെഷീൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നത് ബേസിന് മുകളിലാണ്. ദ ബേസ് ഈസ് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ വിച്ച് ക്യാൻ ടേക്ക് കംപ്രസീവ് ലോഡ് ബൈ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മെഷീൻ. ബെഡ് ഉണ്ടാക്കിയിരുന്നത് കാസ്റ്റ് അയൺ എന്ന മെറ്റീരിയൽ കൊണ്ടാണ്. സ്ലോട്ടർ മെഷീനിൽ ബാക്കി എല്ലാ ഭാഗങ്ങളിൽ വരുന്ന കംപ്രസീവ് ലോഡിനെ എഫക്റ്റീവായി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നത് ബെഡിൻ്റെ കാസ്റ്റ് അയൺ സ്ട്രക്ചർ കൊണ്ടാണ്. Cast iron is very robust and rigid material. The shock absorbing capacity of cast iron is also high. അതുപോലെ തന്നെ മെഷീനിൽ രൂപപ്പെടുന്ന ഷോക്ക് അബ്സോർബ് ചെയ്യാനും കാസ്റ്റ് അയണിന് സാധിക്കുന്നു. സെക്കൻഡ് വൺ, കോളം. കോളം ഈസ് പ്രസൻറ്റ് ജസ്റ്റ് above the base and is made up of cast iron. It is attached to the base and box-like in shape. ഒരു റെക്ടാങ്കുലർ ബോക്സ്-ലൈക്ക് ഷേപ്പാണ് കോളത്തിനുള്ളത്. കോളം ഉണ്ടാക്കിയിരിക്കുന്നതും കാസ്റ്റ് അയൺ എന്ന മെറ്റീരിയൽ കൊണ്ടാണ്. ബേസിന് മുകളിലാണ് കോളം കാണപ്പെടുന്നത്. ദ കോളം ഈസ് ഹൗസിംഗ് ഫോർ ദ ഡിഫറെൻറ്റ് ഡ്രൈവിംഗ് മെക്കാനിസം കമ്പോണൻറ്റ്സ് ലൈക്ക് ഗിയർ അറേഞ്ച്മെൻറ്റ്സ്, പുള്ളി എക്സെട്ര വിച്ച് കോസ് ദ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ ഓഫ് റാം. റാമിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പവർ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസുകൾ അഥവാ ഗിയർ അറേഞ്ച്മെൻറ്റ്സ്, പുള്ളീസ് തുടങ്ങിയവ കാണപ്പെടുന്നത് കോളത്തിനുള്ളിലാണ്. ദിസ് കോളം ഓൾസോ ആക്ട് ആസ് എ സപ്പോർട്ട് ഫോർ ദ റാം ആൻഡ് വർക്ക് ടേബിൾ. കോളം വർക്ക് ടേബിളിനും റാമിനും സപ്പോർട്ടായി നിൽക്കുന്നു.
Guideways are created on the top of the column on which the ram can slide. റാമിന് സ്ലൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് വൈസ് കോളത്തിന് മുകളിൽ കൊടുത്തിരിക്കുന്നു. തേർഡ് വൺ, ഗൈഡ് വൈസ്. അറ്റ് ദ ഫ്രണ്ട് ഫേസ് ഓഫ് ദ കോളം ഗൈഡ് വൈസ് ആർ പ്രസൻറ്റ്. കോളത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഗൈഡ് വൈസ് കാണുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെർട്ടിക്കൽ ഗൈഡ് വൈസ് ആസ് ഇറ്റ് ഓറിയൻറ്റഡ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഓൺ ദ ഫേസ് ഓഫ് കോളം. ഇത് വെർട്ടിക്കൽ ഗൈഡ് വേ എന്നറിയപ്പെടുന്നു, കാരണം കോളത്തിൻ്റെ വെർട്ടിക്കൽ സർഫസിലാണ് ഇത് കാണപ്പെടുന്നത്. ഫോർത്ത് വൺ, റാം. റാം main function is to reciprocate up and down when it get power from the driving mechanism of the machine present inside the column. കോളത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റോട്ടറി മോഷനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനാക്കി മാറ്റുന്ന ഭാഗമാണ് റാം എന്ന് പറയുന്നത്. കട്ടിംഗ് ടൂൾ. ദിസ് ഈസ് ദ പാർട്ട് ഓഫ് സ്ലോട്ടർ മെഷീൻ വിച്ച് കട്ട് അൺവാണ്ടഡ് പാർട്ട് ഫ്രം ദ വർക്ക് പീസ്. വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി കട്ടിംഗ് ടൂൾ എന്ന ഭാഗമാണ് നമ്മളെ സഹായിക്കുന്നത്. സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ ഈസ് യൂസ്ഡ് ആസ് കട്ടിംഗ് ടൂൾ ഇൻ സ്ലോട്ടർ മെഷീൻ. ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ് സ്ലോട്ടർ മെഷീനിൽ കട്ടിംഗ് ടൂളായി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ്. 6 carriage. Carriage is present above the base which carry all part present below and above the table. ടേബിളിന് മുകളിലും താഴെയുമായി കാണുന്ന ഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കാരേജ് എന്ന ഭാഗമാണ്. ഇറ്റ് ക്യാരീസ് സാഡിൽ, ക്രോസ് സ്ലൈഡ്, റോട്ടറി ടേബിൾ ആൻഡ് വർക്ക് പീസ്. ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ക്രോസ് സ്ലൈഡ്, സാഡിൽ, റോട്ടറി ടേബിൾ, വർക്ക് പീസ് തുടങ്ങിയവയാണ്. സാഡിൽ. The saddle is mounted upon the gateways and can move towards or away from the column. കോളത്തിൽ നിന്ന് അടുത്തേക്കോ അകലെയായിട്ടോ സാഡിലിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഗൈഡ് വേസ് ആണ്. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഐദർ ബൈ പവർ ഓർ മാനുവൽ കൺട്രോൾ ടു സപ്ലൈ ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് ടു ദ വർക്ക്. സാഡിലിനെ പവർ അല്ലെങ്കിൽ മാനുവൽ സപ്ലൈ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇത് വർക്കിന് ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് കൊടുക്കുന്നു. The top face of the saddle is finished properly to provide guideway for the cross slide. ക്രോസ് സ്ലൈഡിന് ഗൈഡ്വേസ് കൊടുക്കുന്നതിന് വേണ്ടി സാഡിലിൻ്റെ മുകൾ വശം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുന്നു. The guideways on the saddle are perpendicular to the guideways on the base. ക്രോസ് സ്ലൈഡ്. കോളത്തിൻ്റെ ഫേസിലാണ് ക്രോസ് സ്ലൈഡ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോളത്തിൻ്റെ ഫേസിന് പാരലലായി ക്രോസ് സ്ലൈഡിനെ മൂവ് ചെയ്യിക്കാം, അഥവാ മുന്നോട്ടും പിന്നിട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നു. It can be moved either manually or by supplying power to obtain cross feed. ക്രോസ് ഫീഡ് ലഭിക്കുന്നതിനായി മാനുവൽ സപ്ലൈയോ അല്ലെങ്കിൽ പവർ സപ്ലൈയോ നമുക്ക് കൊടുക്കാം. റോട്ടറി ടേബിൾ. റോട്ടറി ടേബിൾ is a circular table which is present on the top of cross slide. ക്രോസ് സ്ലൈഡിന് മുകളിൽ സർക്കുലാർ ഷേപ്പിൽ കാണപ്പെടുന്ന ടേബിളിനെയാണ് റോട്ടറി ടേബിൾ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതുകൊണ്ടാണ് റോട്ടറി ടേബിൾ എന്ന പേരിൽ പറയുന്നത്. It can be rotated by rotating a worm that measures with worm gear connected to the underside of the table. ടേബിളിന് താഴെ ഭാഗത്ത് കാണുന്ന worm gear ഉപയോഗിച്ചാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. In this rotary table, T-slots are cut on the top face of the table so that different clamping devices can be fitted to hold the workpiece. വർക്ക്പീസ് ഘടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള T-സ്ലോട്ടുകൾ റോട്ടറി ടേബിളിന് മുകളിൽ കൊടുത്തിരിക്കുന്നു. This table enables a circular or contoured surface to be generated on the workpiece. ഇത് വർക്ക്പീസിന് മുകളിൽ ഒരു സർക്കുലർ അല്ലെങ്കിൽ കോണ്ടൂർഡ് സർഫസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. In some of the slaughter machine, the table is graduated in degree so that the table can be rotated for indexing or dividing the periphery of a job in equal number of parts. സാധാരണയായിട്ട് റോട്ടറി ടേബിളിന് മുകളിൽ നിരവധി ഗ്രാജുവേഷൻസ് ഇൻ ഡിഗ്രീസ് കൊടുത്തിരിക്കും. ഇത് ടേബിളിനെ നമുക്ക് കൺവീനിയൻ്റ് ആയി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. സ്ലോട്ടർ മെഷീനിൽ സാധാരണ ചെയ്യുന്ന ഓപ്പറേഷൻസ് 4 ടൈപ്പാണ്. ഫസ്റ്റ് വൺ ഫ്ലാറ്റ് സർഫസ് മെഷീനിങ്, സെക്കൻഡ് വൺ മെഷീനിങ് ഇറഗുലർ സർഫസ്, തേർഡ് വൺ സിലിണ്ട്രിക്കൽ സർഫസ് മെഷീനിങ്, ഫോർത്ത് വൺ മെഷീനിങ് സ്ലോട്ട്സ് അല്ലെങ്കിൽ കീവേസ് ആൻഡ് ഗ്രൂവ്സ്. സാധാരണയായിട്ട് 3 ടൈപ്പ് മെക്കാനിസംസ് ആണ് സ്ലോട്ടർ മെഷീനിൽ കാണുന്നത്. ഹൈഡ്രോളിക് ഡ്രൈവ്, ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസം, വിത്ത് വർക്ക് മെക്കാനിസം. ഇനി നമുക്ക് ഒരു വീഡിയോയുടെ സഹായത്തോടു കൂടി സ്ലോട്ടർ മെഷീൻ്റെ ഭാഗങ്ങളും വർക്കിങ്ങും മനസ്സിലാക്കാം. വിത്ത് വർക്ക് മെക്കാനിസം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സ്ലോട്ടർ മെഷീനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സ്ലോട്ടർ മെഷീൻ്റെ ഏറ്റവും താഴെയുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ബേസ് അഥവാ ബെഡ് എന്നാണ് പറയുന്നത്. ഇത് കാസ്റ്റ് അയണിലാണ് നിർമ്മിച്ചേക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ സ്ലോട്ടറിൻ്റെ മുഴുവൻ വെയിറ്റും വരുന്നത് ഈ ബെഡിലാണ്.
അപ്പോൾ അതിൻ്റെ പിന്നെ ബെഡിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് സ്ക്വയർ ഗ്രൂവോ ഡൗട്ട് ടെയിൽ ഗ്രൂവോ കട്ട് ചെയ്തേക്കും. അപ്പോൾ ഇവിടെ ഡൗട്ട് ടെയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കോളമാണ്. ഈ ഭാഗത്തെയാണ് കോളം എന്ന് പറയുന്നത്. പിന്നെ ബെഡിൻ്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്യുന്ന ഈ ഭാഗത്ത് പറയുന്ന പേര് സാഡിൽ എന്നാണ്. സാഡിലിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗത്ത് പറയുന്നത് ക്രോസ് സ്ലൈഡ് എന്നാണ്. ഇവിടെ ഇങ്ങനെ ഈ ഹാൻഡിൽ കറക്കുമ്പോഴത്തേക്ക് അത് ക്രോസായിട്ട് മൂവ് ചെയ്യുന്നതാണ്. ക്രോസ് സ്ലൈഡിൻ്റെ മുകളിലായിട്ടുള്ളതെന്ന് പറയുന്നത് റോട്ടറി ടേബിളാണ്. അപ്പോൾ അതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അടുത്ത ഭാഗം എന്ന് പറയുന്നത് റാമാണ്. ഈ റാമാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഇത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ കട്ടിംഗ് ടൂള് വർക്കിലേക്ക് എൻ്റർ ആവുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹാൻഡിലുണ്ട്. ഈ ഹാൻഡിൽ യൂസ് ചെയ്ത് റാമിന് നമുക്ക് പൊസിഷൻ ചെയ്യാൻ സാധിക്കും. ഫ്ലോട്ടിംഗ് മെഷീനിൽ സാധാരണ ഉപയോഗിക്കുന്ന ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത് വിറ്റ്വർത്ത് മെക്കാനിസമാണ്. ചില മെഷീനുകളിൽ ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിങ്ക് മെക്കാനിസം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ മെഷീനിൽ ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിങ്ക് മെക്കാനിസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മോട്ടറാണ്. മോട്ടറിൽ കൂടിയാണ് നമ്മുടെ സ്ലോട്ടർ വർക്ക് ചെയ്യാനുള്ള ഡ്രൈവ് വരുന്നത്. സ്ലോട്ടിംഗ് മെഷീൻ്റെ റാം മൂവ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷീൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇത് പിനിയൻ ഗിയർ, ഇത് വലുത് ബുൾ ഗിയർ, ഇത് സ്ലൈഡിംഗ് ബ്ലോക്ക്, ഇത് സ്ലോട്ടഡ് ലിങ്ക്. Planer machine. The planer is a machine tool designed to produce plain and flat surface on a workpiece. ഒരു വർക്ക് പീസിന് മുകളിൽ പ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മെഷീൻ ടൂളിനെയാണ് പ്ലാനർ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ടു ലാർജ് ഓർ ടു ഹെവി. സാധാരണയായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന വർക്ക് പീസ് എന്ന് പറയുന്നത് വളരെ വലുതും വളരെ ഭാരം കൂടിയതുമാണ്. ദ വർക്ക് പീസ് ഈസ് സെക്യൂർലി ഫിക്സ്ഡ് ഓൺ ദ ടേബിൾ കോൾഡ് പ്ലാറ്റേൺ. പ്ലാറ്റേൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ടേബിളിന് മുകളിലാണ് വർക്ക് പീസിനെ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റെസിപ്രോക്കേറ്റ് ഹൊറിസോണ്ടലി എഗെയിൻസ്റ്റ് എ സിംഗിൾ എഡ്ജ് കട്ടിംഗ് ടൂൾ. ഒരു സിംഗിൾ എഡ്ജ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ഇത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ദ സർഫസ് ഓഫ് മെഷീൻ മേ ബി ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ഓർ അറ്റ് ആൻ ആംഗിൾ. മെഷീൻ ചെയ്യുന്ന സർഫസ് ഹൊറിസോണ്ടൽ ആവാം, വെർട്ടിക്കൽ ആവാം, അല്ലെങ്കിൽ ആംഗുലാർ ആവാം. ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ പ്ലാനർ മെഷീൻ. ഫസ്റ്റ് വൺ, planing flat, horizontal, vertical and curved surfaces. Second one, planing at an angle and machining divotiles. Third one, planing slots and grooves. The planer are available in different types for doing different types and size of jobs. The most common being the standard and double housing planer. The main parts of double housing planer machine is bed, table, housings, cross rail, tool heads, driving and feed mechanism. Bed and table. The bed is a long heavy base and table made up of cast iron. Cast iron കൊണ്ടാണ് ബെഡും ടേബിളും ഉണ്ടാക്കിയിരിക്കുന്നത്. Its top surface is flat and machined accurately. The flat top surface has slots in which the workpiece can be securely clamped. വർക്ക് പീസ് ഘടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള T സ്ലോട്ടുകൾ ഇതിനു മുകളിൽ കൊടുത്തിരിക്കുന്നു. ദ വർക്ക് പീസ് നീഡ് റിജിഡ് ഫിക്സിംഗ് സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഷിഫ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. ദ സ്റ്റാൻഡേർഡ് ക്ലാമ്പിംഗ് ഡിവൈസ് യൂസ്ഡ് ഓൺ പ്ലാനർ മെഷീൻ ആർ ഹെവി ഡ്യൂട്ടി വൈസ്, T holding and clamps, angle plate, planar jack, step block and stop. The table movement may be actuated by a variable speed drive through a rack and pinion arrangement or hydraulic drive. ഒരു ഹൈഡ്രോളിക് ഡ്രൈവിൻ്റെയോ അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടിയാണ് ടേബിൾ മൂവ്മെൻറ്റ് സാധ്യമാകുന്നത്. ഹൗസിങ്സ്. ദ ഹൗസിങ്സ് ആർ ദ റിജിഡ് ആൻഡ് അപ്രൈറ്റ് കോളം ലൈക്ക് കാസ്റ്റിങ്സ്. ദീസ് ആർ ലൊക്കേറ്റഡ് നിയർ ദ സെൻറ്റർ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ബേസ്. ബേസിൻ്റെ രണ്ട് സൈഡിൽ സെൻറ്റർ പൊസിഷനിലായിട്ടാണ് ഹൗസിങ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രോസ് റെയിൽ. ദ ക്രോസ് റെയിൽ ഈസ് എ ഹൊറിസോണ്ടൽ മെമ്പർ സപ്പോർട്ട് ഓൺ ദ മെഷീൻ വേസ് ഓഫ് ദ അപ്രൈറ്റ് കോളം. Guideways are provided on the vertical face of each column and that enable up and vertical movement of the cross rail. Cross
റെയിലിനെ മൂവ്മെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് വേസ് വെർട്ടിക്കൽ ഫേസിൽ കൊടുത്തിരിക്കുന്നു. The vertical movement of the cross rail allow to accommodate workpiece of different height. Since the cross rail is supported at both ends, this type of planer machine is rigid in construction. Tool heads. Generally, 2 tool heads are mounted in horizontal cross rail and one on each of the vertical housing. Tool heads may be swiveled so that angular cuts can be made. സാധാരണയായിട്ട് നമ്മൾ 2 ടൂൾ ഹെഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ ക്രോസ് റെയിലും മറ്റൊന്ന് വെർട്ടിക്കൽ ഹൗസിങ്ങിലും. ഡ്രൈവിംഗ് ആൻഡ് ഫീഡ് മെക്കാനിസം. ദ ടൂൾ ഹെഡ്സ് മേ ബി ഫെഡ് ഐദർ ബൈ ഹാൻഡ് ഓർ ബൈ പവർ ഇൻ ക്രോസ് വൈസ് ഓർ വെർട്ടിക്കൽ ഡയറക്ഷൻ. ക്രോസ് ഡയറക്ഷനിലോ വെർട്ടിക്കൽ ഡയറക്ഷനിലോ പവർ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഹാൻഡ് മൂവ്മെൻറ്റോ വഴിയാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. ദ മോട്ടോർ ഡ്രൈവ് ഈസ് യൂഷ്വലി അറ്റ് വൺ സൈഡ് ഓഫ് ദ പ്ലാനർ നിയർ ദ സെൻറ്റർ ആൻഡ് ഡ്രൈവ് മെക്കാനിസം ഈസ് ലൊക്കേറ്റഡ് അണ്ടർ ദ ടേബിൾ. സാധാരണയായിട്ട് ഡ്രൈവിംഗ് മെക്കാനിസം നമ്മൾ ടേബിളിന് താഴെയാണ് കൊടുത്തിട്ടുണ്ടാവുക. മോട്ടോർ ഡ്രൈവ് സാധാരണയായി ഒരു സൈഡിലായിരിക്കും നമ്മൾ കാണിച്ചിട്ടുണ്ടാവുക. ഇത്രയാണ് പ്ലാനർ മെഷീൻ്റെ പാർട്സുകൾ. ഇനി നമ്മൾ ഒരു പ്ലാനർ മെഷീൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയുടെ സഹായത്തോടെ മനസ്സിലാക്കുകയാണ്. പ്ലാനർ മെഷീൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് സർഫസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും സ്ലോട്ടുകൾ കട്ട് ചെയ്യുന്നതിനുമാണ്. പ്ലാനർ മെഷീനിൽ കട്ടിംഗ് ടൂൾ ഹെഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. ടേബിളിന് മുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന വർക്ക് പീസ് ടേബിളിന് മുകളിൽ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്നു. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്ലാനർ മെഷീൻ. ക്രോസ് റെയിലിൻ്റെ സഹായത്തോടു കൂടി മൂവിംഗ് ടൂൾ ഹെഡിലൂടെ ക്രോസ് ഫീഡ് കൊടുക്കുന്നു. വെർട്ടിക്കൽ ഫീഡ് കൊടുക്കുന്നതിനായി ടൂളിനെ താഴോട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമാണ് കട്ടിംഗ് ആക്ഷൻ നടക്കുന്നത്. അഥവാ ഫോർവേഡ് സ്ട്രോക്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയും റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഐഡിയൽ സ്ട്രോക്കാണ്, മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഷേപ്പർ, സ്ലോട്ടർ, പ്ലാനർ ഇവ മൂന്ന് നമ്മളുടെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഇവ മൂന്നിൻ്റെയും ഡിഫറൻസസ് ടേബിളായി കാണിച്ചിരിക്കുന്നു. വീണ്ടും നമ്മൾ ഓരോന്നായി എടുത്തു പറയുന്നില്ല, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.